പത്തനംതിട്ട സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ ആ പായസം കുടിച്ച് ആകെ തളർന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പത്തേനും അയ്യോ വയ്യായി എന്ന് പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, എന്റെ മോത്തോക്കി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പം കണ്ട പ്ലേറ്റ് മാറ്റി എന്ന് പറയുന്നുണ്ട്. അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അവള് ഒരു പാഠം പഠിപ്പിക്കണം മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേണു പറയുന്നുണ്ട്, പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുമാര് ബുദ്ധിയുള്ള കൂട്ടത്തില. അത് മാത്രല്ല, കൃത്യമായിട്ട് അളന്ന് തൂക്കി വെച്ചേക്കാം നയനെ നവ്യം. അതുകൊണ്ട് നമുക്ക് നന്നായി സൂക്ഷിച്ച് ശ്രദ്ധിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പം രേവതി പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, എന്നാലും ഇപ്പൊ ചെയ്തതിന് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ വേണേട്ടാ. അപ്പം വേണു പറയുന്നത്, കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണം. ഞാൻ കൊണ്ടുവന്ന പൊടി നമ്മളെ കൊണ്ട് തീറ്റിച്ചതല്ലേ, എന്തായാലും കൊടും വിഷം അവർക്ക് കൊടുക്കണം എന്ന് പറയട്ടാ. എന്നിട്ട് പറയും, ഇവിടെ എവിടെ മോളെ ബാത്റൂം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും ഞാനും അവിടെ ഒന്ന് സന്തോഷിച്ചിട്ട് വരട്ടെ എന്ന് പറയാട്ട. എന്നിട്ട് അതിന്റെ പുറകേന്ന് രേവതി ഇങ്ങനെ പോകുന്നുണ്ട്, അയ്യോ എനിക്കും വയ്യെന്ന് പറയട്ടെ. അപ്പൊ അനാമി പറയുന്നുണ്ട്, കൊണ്ടുവരുമ്പോ മഴത്തിന് കൊണ്ടുവന്നൂടെ, ഇന്ന് മൊത്തം ബാത്റൂമിലായിരിക്കും എന്നാ തോന്നുന്നേന്ന് പറഞ്ഞിട്ട് അനാമികയും ഓടും കേട്ടോ ബാത്റൂമിലോട്ട്. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നയനെ കുറിച്ച് പറയുക, ആ കൊച്ചിന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്, കയറി വന്ന അന്ന് മുതൽ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല ഡിസൈനൊക്കെ വരയ്ക്കുന്നുണ്ട്, നമ്മുടെ കമ്പനിക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാക്കുന്നെന്ന് പറയട്ട. എന്നിട്ട് അതിന് ഒരു സന്തോഷവും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന്റെ അച്ഛന് അനിയുടെ അച്ഛന് വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് മാല ഇട്ടിട്ട് നേരെ ഓഫീസിലോട്ട് പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവ എന്താ ഒറ്റയ്ക്ക് മാല ഇട്ടെന്ന് ചോദിക്കുക. അപ്പൊ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ വർഷവും അവൻ സന്തോഷത്തോടെ മാല ഇടുന്നത്, പക്ഷെ ഈ ഈ തവണ പക്ഷെ അവനെ എല്ലാരും കൂടെ അടിച്ചേൽപ്പിച്ചല്ലെന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, സ്വന്തം വാശി തീർക്കാൻ ദൈവത്തെ മുൻനിർത്തിയാ കളിച്ചത്, അതിനി എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നിന്റെ ഭാര്യയ്ക്ക് ഇതുവരെ അതൊന്നും പിടിയിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അതിനെ ഞാനും അവളോട് പറഞ്ഞത്, ആദർശിനെ കാണാൻ വേണ്ടിയിട്ട് കേക്കാവിലേക്ക് പോയപ്പോ അവൾക്ക് തലചുറ്റല് വന്ന ദേവയാനിക്ക് പ്രഷർ കുറഞ്ഞിട്ടാണ്. അപ്പത്തേനും അപ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചു, നീ ചെയ്തത് ശരിയല്ല എന്ന്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പത്തേനും ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായമാണോ, അച്ഛൻ പറഞ്ഞതാ സത്യം, അവക്ക് ബുദ്ധി വികസിച്ചിട്ടില്ല എന്ന്. അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഒക്കെ അഹങ്കാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും 41 ദിവസം ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കും. അവൻ കാടിന് വ്രതം തുടങ്ങിയതുകൊണ്ട് മല ചവിട്ടുമ്പത്തേനും അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല എന്ന് പറയാട്ടാ. സ്വത്ത് ഭാവിക്കിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എഴുതിയിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റു 2 കൊച്ചുമക്കളുടെ ഭാര്യമാര് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പക്ഷെ എന്നാ നയന മകളാണെങ്കിൽ സ്വത്ത് ഇയാളും ഞാനും നിങ്ങളും ഒക്കെ ആണെന്നാണ്, എവിടെ പോയാലും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ആ കുട്ടി എഴുതിയത്. എന്ന് കയ്യിൽ കിട്ടിയ മാണിക്യത്തെ മാണിക്യത്തെ നിന്റെ ഭാര്യ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് ഇനി വൻ പരാജയത്തിൽ കലാശിക്കാൻ പോണത്. അത് അത്രവരെ നീ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തലയെടുപ്പോടെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്, നീ വേണം എല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടാ. ആദർശിന്റെ അച്ഛൻ പറയും, ശരി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. എന്നെ അനാമികയ്ക്ക് ഇത് പറ്റിയ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ദേവയാനിയും ജാനയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരുന്നിട്ട് അനാമികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കാട്ടോ ദേവയാനി. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ട. ദേവയാനി ചോദിക്കുന്നുണ്ട്, മോക്ക് നല്ല തളർച്ചയുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അനാമിക പറയുന്നുണ്ട്, പായസം കുടിച്ച് വയറൊക്കെ കേടായതിന്റെ വിഷമമല്ല എനിക്ക്, ഒരുത്തി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവളായി ഇത് ചെയ്തേന്ന് പറഞ്ഞു. അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട്, ആരാ മോളെന്ന് ചോദിക്കട്ടെ. അനാമിക പറയുന്നുണ്ട്, അത് അവള് തന്നെയാ, നവ്യ, അവൾ ആ പായസത്തില് എന്തോ കലർത്തിയത്. ജാനകി ചോദിക്കുന്നുണ്ട്, ചെയ്തിട്ട് അവള് വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നത്, പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ താഴെ ഇരിക്കുന്നത്, എന്നെ ഇവിടെ നിർത്തണോ കൊണ്ടുപോകണോ എന്ന് സംശയത്തിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരാകെ വിഷമത്തിലാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, പായസം കുടിച്ച് വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അവള് മനഃപൂർവ്വം ചെയ്താന്ന് പറഞ്ഞില്ലേ അമ്മേ, ഞങ്ങൾക്ക് മാത്രമായിട്ടാ ഇങ്ങനെ കലക്കി തന്നതാ ചേച്ചി അനിയത്തിയും കൂടെ എന്ന് പറയുന്നത്. അപ്പം ദേവേനെ പറയുന്നുണ്ട്,
മോളെ എങ്ങനെ ജാനകി പറയുന്നുണ്ട്, മോളെ എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടെ. അത് മാത്രമല്ല, മോളുടെ അച്ഛൻ കൂടെ വന്നതല്ലേ, അപ്പൊ ഇവിടെ മോക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എല്ലാരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാട്ടാ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോക്ക് അവരുടെ കർണത്തൊക്കെ ഒന്ന് കൊടുത്തുവിടായിരുന്നു ചോദിക്കാട്ടാ. അനാമിക പറയുന്നുണ്ട്, ഞാനാകെ നിക്കക്കല്ലില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, നിൽക്കാനും വയ്യ പോകാനും വയ്യ, ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേന് പറയുന്നുണ്ട്, ജാനകി വാ നമുക്ക് അവളോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് വാന്ന് പറഞ്ഞിട്ട് നവിയുടെ റൂമിലോട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പത്തേനും അനാമികയാണെങ്കിൽ ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ചിരിക്കുക. അവക്കിട്ടിന് രണ്ട് കൊടുക്കുന്നത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ അങ്ങ് പോവാട്ടോ. എന്നിട്ട് നവ്യ ഇങ്ങനെ കട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പത്തേനും അനാമികയുടെ ജാനകി ചോദിക്കുന്നുണ്ട്, നീ നിന്റെ അനിയത്തിയും കൂടെ ചേർന്ന് എന്റെ മരുമോളെയും അച്ഛനെയും അമ്മയൊക്കെ പെടാപ്പാടിപ്പെടുത്തിയല്ലേടി എന്ന് ചോദിക്കാട്ടാ. നവ്യ പറയുന്നുണ്ട്, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേവേന് പറയുന്നുണ്ട്, എടി അനാമിക മോള് മുഖത്ത് നോക്കി നീ പറഞ്ഞില്ലായിരുന്നോ നീയാണ് എല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ മാറ്റി പറയുന്നു എന്ന് ചോദിക്കാട്ടാ. നവ്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവള് കള്ളം പറയുന്നതായിരിക്കും. അനാമിക പറയുന്നുണ്ട്, ആരടി കള്ളം പറഞ്ഞത്? നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേടി നീയാണ് ആ പായസത്തിൽ മായം കലർത്തിയെന്ന്? അപ്പൊ നവ്യ പറയുന്നുണ്ട്, എപ്പ പറഞ്ഞു? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അനാമിക ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, എന്റെ മുഖത്ത് നോക്കി നീ അങ്ങനെ പറഞ്ഞില്ലേടി, നീ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കാൻ നീ പറഞ്ഞില്ലേ? അപ്പത്തേനും നവ്യ പറയുന്നത്, നീ സ്വപ്നം എങ്ങാണ്ടേലും കണ്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ആരെങ്കിലും അങ്ങനെ നീ ചെയ്താ വിളിച്ചു പറയുമോ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, നീ അത് ചെയ്യും വിളിച്ച് പറയുകയും ചെയ്യുമോ എന്ന് പറയുക കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയുക കേട്ടോ. എങ്ങനെങ്കിൽ എന്നെ നയനെയും ഇവിടെ ഉള്ളവർ വെറുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓരോ കള്ളങ്ങൾ പറഞ്ഞു വരുമോ ഈ അനാമിക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് പോയിട്ട്, നീ അനാവശ്യം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പോവുക കേട്ടോ. അപ്പൊ നവ്യ പറയുന്നത്, തൊട്ടു പോവല്ലേ എന്ന് പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഏട്ടത്തിയാണ്, അല്ല നീ എന്റെ അനിയത്തിയൊന്നുമല്ല, ഞാൻ നിന്റെ അനിയത്തിയൊന്നുമല്ല, നീ എന്റെ നേരെ കൈ പൊക്കാനായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവേന് പറയുന്നത്, നീയും നിന്റെ അനിയത്തിയും ഏട്ടത്തിയും അനിയത്തിയും ഒന്നല്ല, ഈ വീട്ടിലെ പുറം പോക്കുകളാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഏതെങ്കിലും കോടതിയിൽ പോയി അമ്മായിക്ക് പറയാൻ പറ്റുമോ, എന്നിങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക കേട്ടോ. അബിയുടെ കുഞ്ഞ് എന്റെ വയറ്റിലുള്ളതെന്ന് പറയാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതിന് അവൻ പോലും സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പൊ അനാമിക പറയുന്നത്, എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് കയറി വന്നേക്കുവാണ് ഇവിടെ എന്ന് പറയാ കേട്ടോ. അപ്പൊ ആ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നടന്നത് നീയായിരിക്കും എന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ. നിനക്കാണല്ലോ അമ്മ ഈ സ്വർണം തന്നത് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് എവിടെ, നിന്റെ അച്ഛനും അമ്മയും വന്ന ദിവസമില്ലേ ആ ഒരു സ്വർണം മോഷണം പോയത്? അനാമികയാണെങ്കിൽ ആകെ ഞെട്ടി പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ നവ്യയുടെ സംസാരം കേട്ടിട്ട്. അതും എന്റെ വീട്ടുകാരൻ തലയിൽ കൊണ്ടിട്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, എടി നീയൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാന്ന് പറയാട്ടാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, കേസ് കൊടുത്തിട്ട് അമ്മായി തന്നെയല്ലോ പിൻവലിച്ചത്, യഥാർത്ഥ പ്രതിയെ പിടിക്കാറുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പത്തേന് പറയുന്നത് ജാനകി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഈ അന്തപുരി തറവാടിന്റെ അന്തസ് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കേസ് പിൻവലിച്ചെന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ഈ കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ ആവുമായിരുന്നു പ്രതികളെന്ന് പറയുന്നുണ്ട് കേട്ടെ. അനാമിക പറയുന്നുണ്ട്, അനിയത്തിയുടെ ഭർത്താവ് വലിയ ഷോ കാണിച്ചല്ലോ മാല കിട്ടിയെന്ന് പറഞ്ഞിട്ട്, വന്നിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്ന ഒരു വെള്ളി മാല എന്ന് പറയുന്നുണ്ട്. ആദർശേട്ടനെ കൂടി വഴി തെറ്റിക്കുന്ന സ്വഭാവമല്ലേടി നിന്റെ അനിയത്തിയുടെ എന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ. അവളാ ഈ പായസം ഉണ്ടാക്കി, അതില് ആ മായം ചേർത്തത് ഇവളാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റയാക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പം നവ്യ ഉണ്ടാക്കിയ പായസം മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവളെന്തെങ്കിലും അതിൽ ചേർത്തയാണോ നവ്യ പറയുന്നുണ്ട്. അപ്പൊ അനാമികയാണെങ്കിൽ ഇങ്ങനെ ഒരുമായി നിൽക്കുക കള്ളിയെ പോലെ. അവസാനം എന്നിട്ട് നവ്യ പറയുന്ന, അവസാനം ദൈവം തന്നെ അവരെ കൊണ്ട് കുടിപ്പിച്ചെന്ന് പറയാട്ടാ.
അപ്പം ജാനകി പറയുന്നു, ഒരു അക്ഷരം മിണ്ടല്ലേ എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേന് ഇവിടെ വന്ന ഗസ്റ്റുകളാ അനാമികയുടെ മോളും അനാമികയുടെ അച്ഛനും അമ്മയും. നീ എന്നിട്ട് അവരെ ചീറ്റ് ചെയ്തില്ലേ എന്ന് പറയാ കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഞാൻ എത്ര തവണ പറഞ്ഞു ഞാനല്ലാതെ ചെയ്തേന്ന് പറയാ കേട്ടോ. അപ്പം എന്റെ ജാനകി പറയുന്നുണ്ട്, ആരൊക്കെ എന്ത് ശ്രമിച്ചാലും എന്റെ മോളെ ഇവിടെ നിന്ന് പറിച്ചു നടാൻ പറ്റില്ല എന്ന് പറയാ കേട്ടോ. ഇങ്ങനെ പറയുന്ന സമയം ആദർശിന്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ വ്രതം നോക്കുന്നവരുള്ള വീടായത്, ഇവിടെ വഴക്ക് പാടില്ല എന്ന് പറയാ കേട്ടോ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അനാമിക മോളുടെയും അനാമിക മോളുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമായിട്ട് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ വേണുവിനെ കണ്ട് സംസാരിച്ചല്ലോ, അത് മാത്രമല്ല നയന മോളുണ്ടാക്കിയ പായസം അച്ഛനും അമ്മയും കുടിച്ചതാ, അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ ആ പായസം ഞങ്ങളും കുടിച്ചു, എന്തായാലും നല്ല അസല് പായസമായിരുന്നു മോളുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഇവളാണ് ആ പായസത്തിന് മായം ചേർത്തതെന്ന് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാ മോള് പറയുന്നതെന്ന് പറയാട്ടാ. ഇപ്പൊ അവളത് മാറ്റി പറയുവാന്ന് പറയാട്ടാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാട്ടോ. അപ്പൊ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പം ജാനകി പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ ആ പായസത്തില് ഇത് വന്നേന്ന് ചോദിക്കുക, ഇവർക്ക് 4 പേർക്ക് മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുക കേട്ടാ. അപ്പൊ ഇനി അതിന്റെ പേരിലൊന്നും പരസ്പരം പഴിചാരണ്ടെന്ന് ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേരിന് വഴക്കും വേണ്ടെന്ന് പറയും, നിങ്ങൾ എല്ലാരും പോന്ന് പറഞ്ഞിട്ട് എല്ലാരും റൂമിൽ നിന്ന് പുറത്താക്കുക കേട്ടോ. എന്നിട്ട് ആദർശിന്റെ അച്ഛനെയും നവ്യയോട് പറയുന്നുണ്ട് കേട്ടോ, മോളെ പരമാവധി വഴക്കൊക്കെ ഒഴിവാക്കണം. വയസ്സായി 2 ആൾക്കാർ ഇവിടെ ഉള്ളതാണ്, എല്ലാവർക്കും അതിന്റെ ഒരു ബോധം വേണമെന്നൊക്കെ പറയുക കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശിന്റെ അച്ഛൻ ഇങ്ങനെ പോവാട്ടോ. എന്നിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട്, അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചെയ്ത തെറ്റിനും എന്റെ നയനയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയല്ലേ, ഇത് തന്നെ അവർക്ക് പറ്റിയ നല്ല മരുന്നെന്ന് പറയട്ടോ. നമ്മുടെ ആദർശ് ഇങ്ങനെ കാറിൽ പോവാട്ടോ. അപ്പൊ നയന കോള് വിളിക്കാട്ടോ. അപ്പൊ ആദർശ് കോളെടുത്ത് സംസാരിക്കുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, നമ്മുടെ നയന് പറയുന്നുണ്ട്, എന്താ ആദർശ് ചേട്ടാ ഇന്ന് മാല ഇട്ടിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പ്രതിഷേധം കാണിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. ഇത് ആദർശ് പറയുന്നുണ്ട്, ഇത് അയ്യപ്പ സ്വാമിയുടെ പ്രതിഷേധമൊന്നുമല്ല, അമ്മയോടുള്ള ചെറിയൊരു പിണക്കമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അപ്പം നയന് പറയുന്നുണ്ട്, മാല ഇടുന്ന സമയത്ത് ആദർശിട്ട എല്ലാവരുടെ ഒപ്പം ഇടാത്തെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കീഴ്ക്കാവിലിട്ടല്ലോ എന്ന് പറയുക കേട്ടോ. അവിടെ വെച്ച് അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയുണ്ടായി. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്നെ പ്രാഗിയോന്ന്. സത്യം പറഞ്ഞ മനസ്സില് ഒരു കടുത്ത അമർഷം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവങ്ങളുടെ അടുത്ത് പോയി നിന്നിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ മലയ്ക്ക് മാലയിട്ടിട്ട് ഇങ്ങനെ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ നയന് പറയുന്നുണ്ട്, നല്ലതായിട്ട് വ്രതമൊക്കെ നോക്കണം, ഈ സമയത്ത് ആരടുത്തും ദേഷ്യം തോന്നയില്, പ്രത്യേകിച്ച് അമ്മയോട് തോന്നല്ലെന്ന് പറയാട്ടോ. അവരെയൊക്കെ നല്ല സ്നേഹിക്കണമെന്നൊക്കെ പറയാട്ടോ. അപ്പത്തേനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇതൊരു നിരാശയാണ്, ഇതുവരെ ഇല്ലാത്തൊരു നിരാശ. മനസ്സിലൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നടന്നില്ലെങ്കിൽ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ, എല്ലാവർക്കും ഒരു വിഷമമല്ലേ എന്ന് പറയട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം ക്ഷമിച്ചാൽ മതിയല്ലോ, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഓഫീസിൽ പോവാണ്, പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് നയനക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നയനയുടെ അച്ഛനാണെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നന്ദു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദുവിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്. അപ്പം ഇല്ല അച്ഛൻ, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പം അവരെ എന്തായാലും അടിച്ചു പൊളിക്കാൻ പോയതല്ലേ, അപ്പത്തേനും ഞാൻ വിളിച്ചിനി ശല്യാവണ്ടെന്ന് കരുതി എന്ന് പറയട്ടാ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിങ്ങോട്ട് വിളിക്കേണ്ടതല്ലേ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോ ഭർത്താവിൻ്റെ കൂടെ കൂടി ഒരു നിമിഷം നമ്മളെയൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാട്ടോ, പാവം എന്നൊക്കെ പറയാട്ടാ. ആ ചേച്ചി അത്രയും സന്തോഷത്തിലായിരുന്നല്ലോ എന്ന് പറയാട്ടാ. എന്തായാലും ചേച്ചി എന്തായാലും നല്ല സന്തോഷത്തിലാണെന്ന് പറയാട്ടാ. അപ്പത്തേനും നയനയുടെ അമ്മയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വരുക കേട്ടോ. അപ്പൊ നല്ല മോൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കുക. അപ്പൊ അതിനും നയനയുടെ അമ്മ ഒരു മണ്ഡലകാലം തുടങ്ങുമല്ലേ, എല്ലാരും മലയ്ക്ക് മാലയൊക്കെ ഇടുന്നതല്ലേ, എല്ലാരും മലയ്ക്ക് മാല ഇടുന്ന കണ്ടിട്ടാ വന്നേന്ന് പറയുന്നുണ്ട്. അതിന് സന്തോഷിക്കല്ലേ വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും അത് സന്തോഷത്തോടെയുള്ള ഒരു മാലയിടയിലായിരുന്നില്ല ആദർശിന്റെ അനിയന്മാരും
അച്ഛന്മാരും ഇളയച്ചന്മാരും എല്ലാരും മാലയിടുന്നത് കണ്ടെന്ന് പറയാ കേട്ടോ. അപ്പൊ ഉടനെ ചോദിക്കുന്ന അപ്പം അവര് ഹണിമൂൺ ട്രിപ്പിന് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇല്ല പോയില്ല എന്ന് പറയാട്ടാ. അതിന്റെ ഇടയ്ക്ക് ആദർശ് മോന്റെ അമ്മ ഒരു നേർച്ച നേർന്നിരുന്നു. 41 ദിവസം വ്രതം എടുത്ത് 40 ദിവസം വ്രതം എടുക്കണമെന്ന് പറയട്ടെ. ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് പറയട്ടാ. ഇത് അവര് മനഃപൂർവ്വം മുടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതെന്നു പറയാട്ടാ. അപ്പം നയനയുടെ അമ്മ പറയുന്നു അതുകൊണ്ട് തന്നെയാ ആദർശ് ആ സമയത്ത് പ്രതിഷേധം കാണിച്ചു മാലയിടുന്ന സമയത്തെന്ന് പറയാട്ടാ. അപ്പൊ എന്നിട്ടാണേലും ഞാൻ നയനെ എന്തായാലും വിളിച്ചൊന്നുമില്ല, വിളിച്ചാൽ അവക്ക് സങ്കടം വരുമായിരിക്കും എന്ന് പറയാട്ടോ. എന്തായാലും മനഃപൂർവ്വം ആദർശിന്റെ അമ്മ അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് നയനയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും അത് അത് മനഃപൂർവ്വം ചെയ്തതെന്ന് ആദർശിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു, ദേവയാനി മനഃപൂർവ്വം ചെയ്തതെന്ന്. എന്തായാലും ഒരു തരത്തിലും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സാരമില്ല കനകെ, മനസ്സുകൊണ്ട് അവര് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നെയാണെങ്കിൽ ഈ 40 ദിവസം പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. അപ്പം അമ്മ പറയുന്നുണ്ട് എന്റെ ഗോവിന്ദേട്ടാ, ഇനി അത് കഴിയുമ്പത്തേന് ഇനി വേറെ മറ്റെന്തെങ്കിലും പറഞ്ഞിങ്ങനെ മുടക്കാൻ ശ്രമിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നത് അതിനെത്ര കാലം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും ആദർശേട്ടന്റെ അമ്മയാണെങ്കിൽ ചേച്ചിയെ സ്നേഹിക്കുന്നത് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല. അത് മാത്രല്ല അമ്മമാര് മക്കളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് അതൊരു അവസരമായിട്ട് എടുത്ത് അവസരം മുതലാക്കി അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത് വലിയ തെറ്റാണെന്നൊക്കെ പറയുക കേട്ടോ. ഇങ്ങനെയൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെ ചേച്ചീനെ മരുമോളായിട്ട് അവര് കണ്ടിട്ടില്ല. ഇന്ന് എന്തായാലും മരുമോളായിട്ട് കാണാൻ അവർക്ക് പറ്റുമെന്ന് തോന്നില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവര് മനസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് നയനയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശിന്റെ അമ്മയുടെ മനസ്സൊക്കെ ഒന്ന് മാറി ആദർശ് മോന്റെയും നയനയുടെ യാത്രയൊക്കെ നന്നായിട്ട് യാത്രയൊക്കെ പോയി നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിരുന്നു ഞാനങ്ങ് പോയതാ. അപ്പോഴാണ് ഞാൻ മരുമോൻ മാലയിടുന്ന കാര്യം അറിയുന്നത്. അതൊരു വേദനയായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഒരു സമയത്ത് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വിഷമം ഉണ്ടായെന്ന് പറയാട്ടോ. എന്നിട്ടാണേലും നമ്മുടെ നയനയാണേല് ബെഡൊക്കെ ഇങ്ങനെ വിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ദേവേന് വന്നിട്ട് പറയുന്നു, നീ ഇവിടെ കിടക്കണ്ട കേട്ടോ, ആദർശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 41 ദിവസം വരെ രണ്ട് മുറിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ. അപ്പം നയന പറയുന്നുണ്ട് അതങ്ങനെ തന്നെയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി രാത്രി എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി നീ അവനെ കാണാൻ വേണ്ടി വരല്ലെന്ന് പറയാട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട് എനിക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നീ അവനെ കൊണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മനഃപൂർവ്വം മുടക്കിയെന്ന് പറഞ്ഞ് പലരും എന്നെ പറയുന്നുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശേട്ടൻ നല്ലൊരു കാര്യമാണ് ചെയ്യണമെന്ന ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നീ പരാതി പറഞ്ഞാലും ശരി, 41 ദിവസം വ്രതം എടുത്ത് ഈ വീട്ടിലെ വ്രതം എടുത്ത് മല ചവിട്ടിയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ നീ മുറിവിട്ട് പോന്ന് പറയുന്നു കേട്ടോ, നയനയോട് പറയുന്നുണ്ട്. എന്നിട്ട് നയനോട് നിൽക്കെന്ന് പറയുക കേട്ടോ. നിൽക്കെന്ന് പറഞ്ഞിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, നീ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയാം, ആറ്റുകാൽ ദേവി ക്ഷേത്രമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ എന്ന് ദേവേനി ചോദിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇടാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എത്ര ദിവസം വ്രതം എടുക്കണേന്ന് ചോദിക്കാം. അപ്പൊ നീ പറയുന്നത് 10 ദിവസമൊക്കെ എടുക്കാറുണ്ടെന്ന് പറയാട്ടാ. അപ്പത്തേനും ദേവേന് പറയുന്നുണ്ട്, അല്ല ഞാൻ ചോദിച്ചതാ എന്നിങ്ങനെ പറയുക കേട്ടോ. ഏതായാലും പൊങ്കാല വരുന്നതല്ലേ ഉള്ളൂ, നീ പോന്ന് പറയാട്ടോ. എന്നിട്ട് ദേവേന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അടുത്തിനി വേറെ വ്രതം എടുക്കാൻ വേണ്ടി 41 കഴിഞ്ഞാലുണ്ട്. അപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തലചുറ്റിനും തലവേദന ഇങ്ങനെ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ ദേവേന പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ട് തലവേദന വരുന്നുണ്ടല്ലോ, അവളെ പ്രാപ്തിയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നയനയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ആഹാരമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയും അനാമികയുടെ അമ്മയായിട്ട് വരുവാട്ടോ. ജാനകി
അടുത്തോട്ട് നയനയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ നീ ഇവിടെ ഉണ്ടാക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, അപ്പം അപ്പാണെങ്കിൽ നമ്മുടെ നയന പറയുന്നുണ്ട്, അത് ഇവിടെ അസ്ത്രം എന്ന് പറയാ കേട്ടോ. അപ്പത്തേന് ഇവിടത്തെ ഇവിടെ ഉള്ളവരുടെ അടുത്ത് അത് പ്രയോഗിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും ഇവിടെ ഈ അസ്ത്രം പ്രയോഗിച്ച് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ കിടന്ന് ഓടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, അതിന് ആ പ്രതി ഞാനല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ആ പായസം കുടിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ, കുഴപ്പമുള്ളവര് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ വ്യക്തമായ തെളിവ് വേണം, അല്ലാതെ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് പറയില്ലെന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നത്, നീ കൂടുതലൊന്നും പറയണ്ട, അനാമി മോളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിക്കാം, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, നല്ലൊരു ദിവസമായിട്ട് ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് വയ്യാന്ന് പറയുക കേട്ടോ. എന്തായാലും അയ്യപ്പന്മാരൊക്കെ ഇപ്പം കഞ്ഞി കുടിക്കാനായിട്ട് വരും. ഞാൻ ഇതൊന്നും ഉണ്ടായിക്കോട്ടെ. അപ്പൊ അതിന് രേവതി പറയുന്നുണ്ട്, കേട്ടോ ജാനകി ചേച്ചി, ഇവളുണ്ടാക്കണൊക്കെ ഇവളെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, നയന പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കണത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കഴിച്ചാൽ മതി, വേറെ ആരും കഴിക്കണ്ട. ഞാൻ ഉണ്ടാക്കണ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറയട്ടാ. അപ്പം ജാനകി പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, അടുക്കളക്കാരി സ്ഥാനത്ത് നിന്നാ മതി എന്ന് പറയുന്നുണ്ട് കേട്ടെ. അപ്പം നേരെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറ്റാൻ ദേഷ്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, എനിക്കിപ്പോ അങ്ങനെ ദേഷ്യമൊന്നുമില്ല, ചെറിയൊരു നിരാശയുണ്ട്, ഇപ്പൊ അത് മാറിയെന്ന് പറയാട്ടാ. എന്നിട്ടാണെങ്കിൽ അവർ രണ്ടുപേരായിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന കറിയൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയാം, അത് നിങ്ങളാരും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാട്ടാ. എന്നിട്ട് ദേവയാനികളെ രേവതി വിളിച്ചോണ്ട് പോയിട്ട് പറയുന്നുണ്ട്, ഇവക്കുള്ളത് ഏട്ടത്തി കൊടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നയന ഇങ്ങനെ തിരിഞ്ഞു നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.